വാർഷികാഘോഷത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശ്ലൈകിക ആശീർവാദം സ്വീകരിച്ച് 86ാമത് പുനരൈക്യ വാർഷികാഘോഷത്തിന്റെ പതാക കൈമാറുന്ന ധന്യമായ നിമിഷത്തിലേക്ക് നാം എത്തി നിൽക്കുന്നു. ആരാധനയിലെ അനുഗ്രഹമായ പ്രാർത്ഥന എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളും പ്രത്യേകിച്ചും കർത്താവേ മാറിവാനിയോസ് പിതാവിനെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് മറുപടിയായിട്ട് നമുക്ക് ചൊല്ലാനാണ് നാം ഇപ്പോൾ പോകുക. ആ സമയത്തേക്ക് ബാക്കിയുള്ള പദയാത്രയിലെല്ലാം നമ്മളുടെ ദൈവാലയ അങ്കണത്തിലേക്ക് ധീരനായ മാറിവാനിയോസ് പിതാവിനെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹിയായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യത്തിന്റെ പ്രഘോഷകനായ മാർ തെയോഫിലോസ് പിതാവിനെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മലങ്കരയുടെ നല്ലയിടയനായ മാറിവാനിയോസ് പിതാവിനെ ഓർത്ത് മാർ തെയോഫിലോസ് പിതാവിനെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തപസ്സിനെ ജീവിതചര്യയാക്കിയ മാറിവാനിയോസ് പിതാവിനെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന്റെ സുഗന്ധ പുഷ്പമായ അവനെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മലങ്കര മക്കൾക്കായി ഹൃദയം നൊന്ത് കരഞ്ഞ് മാറിവാനിയോസ് പിതാവിനെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ മലങ്കര മക്കൾ ഒന്നാകുവാൻ ആഗ്രഹിച്ച മാറിവാനിയോസ് പിതാവിനെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരിടയനുമാനമായ മാർ തെയോഫിലോസ് പിതാവിനെ ഓർത്ത്
സമ്പാദനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച മാറിവാനിയോസ് പിതാവിനെ ഓർത്ത് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുരിശിന്റെ വഴി അനുഗ്രഹിക്കണമേ. മലങ്കരയുടെ നവോത്ഥാന നായകനായ മാറിവാനിയോസ് പിതാവിനെ ഓർത്ത് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാരത കുർബാനയുടെ ആരാധന നടക്കുന്ന സമയമാണ്. നാം ഏറെ ഭക്തിയോടും അതുപോലെ തന്നെ നാം ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള അവബോധത്തോടും കൂടി പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഏറെമാരിൽ നിന്നും ആത്മാരിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന പിതാവാം ദൈവമേ, നിന്റെ മുൻപാകെയും തന്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട ലോകത്തെ പുണ്യപ്പെടുത്തിയ ഈ ആരാധനകൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവനെയും കുറ്റമായി പോകുന്നതിനും വിശ്വാസികളായ സകലഭയങ്ങളുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മിക്കുമായി ഭവിക്കണമേ. ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമായി തന്നെ. ഓ നിന്റെ വിശുദ്ധ ശരീരത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ ദൈവിക സ്നേഹത്താൽ കത്തിജ്വലിക്കുവാൻ തക്കവണ്ണം ഇമ്പമുള്ളതും വിസ്മയവുമായ നിന്റെ തിരു രക്തത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ ലഹരി പിടിപ്പിക്കുകയും ചെയ്യണമേ. ഓശോ വകുക്കോശോ വലിയ സംരക്ഷണം ഈ ദിവസങ്ങളിലും ഒരുക്കത്തിന്റെ നാളുകളിലും നമ്മുടെ വിശുദ്ധ കുർബാനയിലും സകല ആത്മീയ ശുശ്രൂഷകളിലും നമ്മുടെ സകല സംഗമവേദികളിലും ഒരുക്കമുറികളിലും ശുശ്രൂഷകരെല്ലാവരിലും സമർത്ഥമായി ലഭിച്ചതിനെ ഓർത്ത് പരമകാരുണ്യവാനായ ദൈവത്തോട് നന്ദി പറയുകയാണ്. 85ാം പുനരേഖ വാർഷിക സഭാ സംഗമത്തിന്റെ പര്യവസാനം ഞാൻ സൂചിപ്പിച്ചതുപോലെ ശതാബ്ദിയിലേക്കുള്ള 15 വർഷക്കാലത്തെ ഒരുക്കം ഈ അതിഭദ്രാസന ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്ന്
നമ്മളിപ്പോൾ സമർപ്പണത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. പിതാക്കന്മാരുടെ മണ്ണിൽ, അവരുടെ പ്രാർത്ഥനയാൽ നനഞ്ഞ മണ്ണിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. വലിയ ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മുടെ പൊതുസമ്മേളനം നമ്മെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത് വലിയ തൃപ്തിയോടെ ഓർക്കുന്നു. ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയുമാണ്. അത് വന്ന് കാണുവാനും ആസ്വദിക്കുവാനും നിങ്ങളെ സന്തോഷത്തോടുകൂടെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ധൈര്യത്തോടെ കേരള സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുമെന്ന് ഏറ്റവും ഒടുവിലായി കൂടി തെളിയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് 12 മണി മുതൽ ഈ ജോൺസന്റെ ഈ പൊട്ട മൊബൈല് അതിലൊന്നും ക്ലിയർ അല്ല. ഉമ്മൻചാണ്ടി വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചെങ്കിലും ചില സമയത്ത് ഈ മുഖ്യമന്ത്രി പറയുന്നത് അല്പം ഞരക്കമുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ആലോചിക്കുക. അപ്പൊ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എത്ര മണിയാണെങ്കിലും ഇവിടെ വരുമെന്ന്. ഹൈദരാബാദിൽ നിന്ന് വിമാനം താമസിച്ചെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നമ്മെല്ലാവരോടുമുള്ള സ്നേഹം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ പറന്ന് പാമ്പാടിയിൽ നിന്ന് ഇവിടെ എത്തി. നിങ്ങളെല്ലാവരുടെയും പേരിലും നമ്മുടെ സഭയുടെ പേരിലും അതിവേഗം വളരുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരിലും ഈ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം നമ്മുടെ സഭയുടെ ഈ വാർഷിക സംഗമത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രഭാഷണം നടത്തി നമ്മെ പ്രത്യേകമായി അനുഗ്രഹിക്കുവാൻ ഞാൻ പ്രത്യേകമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു കാര്യം കൂടി അങ്ങയോട് പറഞ്ഞുകൊള്ളട്ടെ. ഈ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അങ്ങ് നൽകുന്ന ഉജ്ജ്വലമായ നേതൃത്വം വിപരീതമായ സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് മാന്ത്രിക വിദ്യയിൽ നടക്കുന്നതിനുള്ള അനിതര സാധാരണമായ രാഷ്ട്രീയ വൈഭവം അങ്ങ് പ്രകടമാക്കുമ്പോഴും എന്നെ സ്പർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, പാവപ്പെട്ട മനുഷ്യന്റെ കാര്യം വരുമ്പോൾ അവരുടെ അടുക്കൽ നിൽക്കാൻ കാട്ടുന്ന വെമ്പലും ആ ഒരു കരുതലുമാണ്. കരുതലിന്റെയും വികസനത്തിന്റെയും ഒരു വലിയ പന്ഥാവിൽ ഈ സംസ്ഥാനത്ത് നയിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും ഈ സഭാ സമൂഹത്തിന്റെ പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്നു, തുടർന്നും വാഗ്ദാനം ചെയ്യുന്നു. ഈ വലിയ സന്തോഷകരമായ സന്ദർഭത്തിൽ ഇവിടെ ത്യാഗമെടുത്ത് വന്നതിന് നന്ദി പറയുകയും ഇതിനിടയിൽ മലങ്കര നാടാർ മക്കളുടെയും സംവരണം കിട്ടാത്ത മറ്റെല്ലാ നാടാർ മക്കളുടെയും കാര്യം ഈ ഫ്ലൈറ്റ് ലേറ്റ് ആകുന്നതിനിടയിലും മറന്നു പോകരുത് എന്ന് സ്നേഹപൂർവ്വം സഭയുടെ നാമത്തിൽ ഓർമ്മിച്ചുകൊണ്ടും സന്തോഷത്തോടെ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദനായ കർദിനാൾ കാതോലിക്ക ബാബ തിരുമേനി, അഭിവന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഹൈദരാബാദിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് കൊച്ചിയിലെത്താൻ 1 മണിക്കൂറിലേറെ വൈകി എന്ന് മാത്രവുമല്ല, എൻ്റെ ബാബാതിരുമേനി ഇവിടെ പറഞ്ഞ ഞരക്കോ എന്നുള്ളത് എൻ്റെ സ്വരം പോയ ഒരു സാഹചര്യത്തിലാണ്. ഡോക്ടർമാർ സംസാരിക്കുകയോ ചെയ്യരുത് എന്ന്
പറഞ്ഞു മൊബൈലിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ജോൺസണുമായിട്ട് പലവട്ടം മൊബൈലിൽ സംസാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടി തീരുന്നതിന് മുമ്പ് എത്തില്ല എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിലാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഏതായിരുന്നാലും ഈ സമയത്തെങ്കിലും ഇവിടെ വരാൻ സാധിച്ച് വളരെയധികം സന്തോഷമുണ്ട്. 85ാമത് പുനരൈക്യ വാർഷിക സമ്മേളനം ഏറ്റവും ഭംഗിയായി നടത്തി. അതിന് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ആ സമ്മേളനത്തിൽ സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്ന പ്രയാസമുണ്ടെങ്കിലും ഈ അവസരത്തിലെങ്കിലും വന്ന് പങ്കുചേരാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അധികം സംസാരിക്കരുത് എന്ന വിലക്കുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. മലങ്കര കത്തോലിക്ക സഭ ആധ്യാത്മിക രംഗത്തും സാമൂഹിക രംഗത്തും സേവന രംഗത്തും ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾ, വലിയ ദൗത്യം വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ അഭിവന്യ ബാബാ തിരുമേനിയുടെ നേതൃത്വത്തിൽ സഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ ഒരു ഉപഹാരം ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അഭിവന്യ ഗോറിലോസ് പിതാവ് സമ്മാനിക്കുന്നു. പ്രത്യേകം ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പെട്ടെന്ന് എല്ലാ ആരോഗ്യവും പൂർണ്ണമായി ലഭിക്കട്ടെ. എല്ലാ കാര്യവും ഞങ്ങളോട് തുറന്നു പറയാനുള്ള ആ ഒരു സംസാരത്തിൻ്റെയും കരുതലിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ കൂട്ടായ്മ വികസനത്തിൻ്റെയും കാര്യങ്ങളിൽ തുടർന്നും ആരോഗ്യത്തോടും ശക്തിയോടും സമഭാവനയോടും ചേർന്ന് നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. സർവേശ്വരൻ സഹായിക്കട്ടെ. ഞങ്ങളുടെ ഈ പുനരൈക്യ വാർഷികത്തിൻ്റെ ഈ വർഷത്തെ പ്രത്യേകത, ഞങ്ങൾ ജാഥയും പ്രേക്ഷിത റാലിയും ഒക്കെ മാറ്റിവെച്ച് ഞങ്ങളുടെ ശാന്തി യാത്ര നടത്തി പ്രാർത്ഥനാപൂർവം. ഈ സഭയിലെ 14 തിരുമേനിമാരാണ് ഞാൻ ഉൾപ്പെടെ. അഭിനന്ദ തിമോത്തിയോസ് തിരുമേനി ഹോസ്പിറ്റലിലാണെന്നറിയാമല്ലോ. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു വോട്ടർ കൂടിയാണ്. ഈ ആത്മീയ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, കുറവുകളുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ഹോശോ വബ്കുലസ്ബാൻ ലവൽ മീൻ